എടാ ഉവ്വേ, എറണാകുളം ടൗണിൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിടത്ത് ജോലിക്ക് നിന്നു. ഒരു ദിവസം അയാളോട് പിണങ്ങി ഞാൻ അവിടം വിട്ടു. പണിയെടുത്ത കാശ് പോലും വാങ്ങാതെയാണ് ആ രാത്രി അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയത്. എറണാകുളം ടൗണിൻ്റെ മുക്കിലും മൂലയിലൂടെ എല്ലാം ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. കയ്യിലാണ് 10 പൈസയില്ല. നല്ല വിശപ്പും ദാഹവും ഒക്കെ. അങ്ങനെ കലൂർ പള്ളിയുടെ മുന്നിലൂടെ പോകുമ്പോൾ എനിക്ക് വയ്യാണ്ടായി. കാലിനൊക്കെ വല്ലാത്ത വേദന. എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നായി. ഞാൻ നോക്കുമ്പോൾ പള്ളിയുടെ മുന്നിൽ ഭിക്ഷക്കാരിങ്ങനെ നിരനിരയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ഭിക്ഷക്കാരുടെ ഒരരികിൽ പോയിരുന്നു. ഈ പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ ഇട്ട് പണക്കാരുടെ വീട്ടിലെ പയ്യനെ പോലെ ഒരാൾ അവർക്കിടയിൽ വന്നിരുന്നപ്പോൾ അവർക്കത് ദഹിച്ചില്ല. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ ഇടയിൽ മോനിങ്ങനെ ഇരിക്കരുത്, ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. എന്തായാലും അവരെന്നെ അവിടെ ഇരുത്തില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ പയ്യെ വീണ്ടും എഴുന്നേറ്റ് നടന്നു. അപ്പം തൊട്ടടുത്തൊരു ഹോട്ടൽ കണ്ടു. എനിക്ക് വല്ലാത്ത വിശപ്പും ദാഹമാണല്ലോ. അപ്പം ഞാൻ ആ ഹോട്ടൽ ഉടമയോട് ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ മുഖത്തേക്ക് അയാളൊന്ന് നോക്കിയിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ഒരു ജഗ്ഗിലെ വെള്ളം മടുക്കുന്ന ഞാൻ കുടിച്ചു തീർത്തപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോന്ന്? ഉണ്ടെന്ന് തലയാട്ടി. അയാള് സ്റ്റാഫിനോട് വിളിച്ചു പറഞ്ഞു അവന് കുറെ പൊറോട്ടയും ബീഫ് ഫ്രൈയും എടുത്തു കൊടുക്കാൻ. അങ്ങനെ ആ സ്റ്റാഫ് ഒരു പ്ലേറ്റിൽ ഒരു 3-4 പൊറോട്ടയും ഇഷ്ടംപോലെ ബീഫ് ഫ്രൈയും കൊണ്ടുവച്ച് തന്നു. ഞാൻ സത്യത്തിൽ അത് മുഴുവൻ അവിടെ ഇരുന്ന് കഴിച്ചു, വെള്ളവും കുടിച്ചു. ആ ഹോട്ടലുകാരനോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, ഒരു 10 രൂപ പോലും കയ്യിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എനിക്ക് ആ ഹോട്ടലുകാരൻ ഭക്ഷണം തന്നത് മറ്റൊന്നുകൊണ്ടല്ല. പണ്ട് 17ാമത്തെ വയസ്സിൽ ഏലൂർ FA ഒരു ഹോട്ടലിലെ പണിക്കാരനായിരുന്നു ഞാൻ. ഈ ഫ്രീ ടൈമിൽ പുറത്തൊക്കെ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. വഴിയരികിൽ ഒരു വൃദ്ധൻ തളർന്ന് കിടക്കുകയാണ്. അയാളുടെ കാശൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും പൊരിവെയിലത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ കിടന്നുറങ്ങുന്ന അയാൾക്ക് ഒരു കുപ്പി മിനറൽ വാട്ടറും 50 രൂപയും ഞാൻ അയാൾക്ക് കൊണ്ട് കൊടുത്തു. അയാൾ ആ കാശ് വാങ്ങി ചങ്കിൽ തൊട്ട് എന്നെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരാൾക്ക് വിശപ്പറിഞ്ഞു കൊടുത്താൽ നമ്മൾ പട്ടിണിയാകുന്ന കാലത്ത് നമുക്ക് അന്നം തരാൻ ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിലുണ്ടാവും.